ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് 1 മില്യണിൽ കൂടുതൽ വ്യൂ ഉണ്ടായ ഒരു ഫേസ് പാക്ക് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഏത് വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇതാട്ടോ മെയിൻ ഇൻഗ്രീഡിയൻസ്, അതായത് ചോറ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ വെക്കുന്ന ഏത് ചോറും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിൽ പറയുന്നത് അതായത് ദിവസവും നമ്മൾ കഴിക്കുന്ന ചോറ്. അപ്പം ഇതിൻ്റെ കൂടെ എന്ത് ചേർക്കണം? കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് വേണം എന്തെന്ന് മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ. വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, ആ കഞ്ഞിവെള്ളം കേട്ടോ ഇത്. അപ്പം ഇത് എന്ത് ചെയ്യുക, നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം അടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു. അവർ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പം ഞാനൊരു തുണിക്കഷ്ണം വെച്ചിട്ടാട്ടോ നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല തുണിക്കഷ്ണം ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ആ പാത്രത്തിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇത് കവർ ചെയ്തെടുക്കോട്ടോ. കവർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ സത്ത് മാത്രം കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം, അരിച്ചെടുക്കാം. കൈയൊക്കെ നന്നായിട്ട് വൃത്തി കഴുകിയിട്ട് ശേഷം മാത്രം ആക്കണം. അപ്പം നമുക്ക് ഈ രീതിയിൽ കിട്ടണം കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാവും. ഇതാക്കിയാൽ ഇത് ചണ്ടിയാണ്, അതായത് നമുക്ക് വേസ്റ്റാണ്. അപ്പം ഈ വേസ്റ്റ് കളയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് കേട്ടോ അവർ പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല ഫൈനായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട് ചേർക്കാൻ. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യം, ഈ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ എടുക്കുക. അടുത്ത ഇൻഗ്രീഡിയൻസ് വന്നിരിക്കുന്നത് പാരച്യൂട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിച്ച് വരുന്നത്, ആ ഓയിൽ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാമെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവർ യൂസ് ചെയ്ത സാധനം തന്നെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ 2-3 ഡ്രോപ്സ് ഇതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ഓയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്സായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ വിറ്റാമിൻ ഇ ആട്ടോ. അപ്പോൾ നമുക്ക് വിറ്റാമിൻ ഇ ചേർത്ത് കൊടുക്കാവേ. വിറ്റാമിൻ ഇയും കൂടി ചേർക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിറ്റാമിൻ ഇ ചേർത്തു. ചേർത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഓയിൽ സ്കിന്നുകാർക്ക് ഇത് സ്യൂട്ടാവുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം ഇതിൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് നിങ്ങളെ മുഖം വീണ്ടും ഓയിൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിത് പാക്ക് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഓയിൽ സ്കിന്നുകാർക്ക് സ്യൂട്ടാവുമോ എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. അപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് അലോവേര ജെല്ലാട്ടോ. നിങ്ങൾ വീട്ടിൽ തന്നെ അലോവേര ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എൻ്റെ വീട്ടിൽ അലോവേര ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വാങ്ങിച്ചതാട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടി അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അലോവേര ജെല്ല് നമുക്കിതിൽ മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അലോവേര ജെല്ലും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ പാക്ക് ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്താൽ കേട്ടോ. ഒരു ഭാഗം മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഓയിൽ സ്കിന്നുകാർക്ക് സ്യൂട്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇതിൽ നമ്മൾ പാരച്യൂട്ടൊക്കെ ചേർക്കുന്നത് കൊണ്ട് മുഖം കുറച്ചുകൂടി ഓയിലി ആകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഓയിൽ സ്കിപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. അപ്പം റിസൾട്ട് കിട്ടുമെന്ന് എനിക്കും അറിയില്ല. ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും. അതായത് നമ്മൾ ഒരു ഭാഗത്ത് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഈ ഭാഗത്ത് ഇട്ടതും ഈ ഭാഗത്ത് ഇടാത്തതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഭാഗം മാത്രം ഇട്ട് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എന്തെന്ന് വെളുക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാധാ ഗ്ലോ മാത്രമാണോ കിട്ടുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോകൾ
സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പം ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഭാഗം കവർ ചെയ്ത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് അറിയാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര വേദന കേട്ടോ. കണ്ടോ, നെറ്റൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് എന്ത് ചെയ്യുക, തുടക്കാം കേട്ടോ, ഒരു തുണി വെച്ചിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, തുടച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒട്ടിപ്പിടിക്കുന്നു. നമുക്കെന്താ റിസൾട്ട് കാണുന്നുണ്ട് ഗൈസ്. കാണുന്നുണ്ടോ എന്താണ് അവസ്ഥ? എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് വലുതായി വലിയ മാറ്റമൊന്നും തോന്നില്ല. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, കഴുകിക്കളയാം കേട്ടോ. അപ്പം നിങ്ങൾ അധികം ആറാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നും മുഖം, ഒട്ടിപ്പിടിക്കുന്ന പോലെ. പിന്നെ പറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ഇതുപോലെ ചെയ്യണ്ട. ഓക്കെ, ഇതാണ് ഇട്ട ഭാഗം, ഇതാണ് ഇടാത്ത ഭാഗം. അപ്പം നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കരമായിട്ട് വ്യത്യാസം ഒന്നും എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഭയങ്കരമായിട്ടൊന്നുമില്ല, പക്ഷെ ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ഗ്ലോ ഒന്നുമില്ല. അപ്പം ഇത് ഇടാത്ത ഭാഗം കേട്ടോ. നിങ്ങൾ നോക്കൂ, ഇത് ഇട്ട ഭാഗം കാണുന്നുണ്ടോ ഗൈസ്? ഗൈസ്, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഭയങ്കരമായിട്ട് ഗ്ലോ ഒന്നും എനിക്ക് തോന്നില്ല. പക്ഷേ ഇത് കുറേ കാലം ഇങ്ങനെ ഉപയോഗിച്ചാൽ ഗ്ലോ വരുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും മാറ്റമുണ്ടോ ഗൈസ്? ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടോ അല്ലയോ എന്ന്. അപ്പം ഞാൻ ഇത് ഇടാത്ത ഭാഗവും ഇത് ഇട്ട ഭാഗവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഗ്ലോ ഉണ്ടോ ഇല്ലയോ എന്ന്? എനിക്ക് ഭയങ്കര ഗ്ലോ ആയിട്ടൊന്നും തോന്നില്ല. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.